ദുരന്തഭൂമിയുടെ ആഘാതത്തിൽ ഉള്ളുപൊട്ടി നിൽക്കുകയാണ് വയനാട്. അപ്പോഴും ചില സാന്ത്വനമേകുന്ന ആശ്വാസമുള്ള കാഴ്ചകൾ നമ്മളെ തേടിയെത്തുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു കാഴ്ചയായിരുന്നു ആ പിഞ്ചു കുഞ്ഞിനെ നെഞ്ചിലേറ്റിയ ആ ഫോറസ്റ്റ് ഓഫീസറുടെ ചിത്രം. അതിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. ആ ഒരു ചിത്രം മലയാളികളുടെ, നമ്മളെ കാണുന്നവരുടെ ഏതെങ്കിലും മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്നതായിരുന്നു. എങ്ങനെയായിരുന്നു ആ ഒരു സംഭവം? എങ്ങനെയായിരുന്നു? നമ്മൾ ആശിഷ് സാറിൻ്റെ നേതൃത്വത്തിൽ ടീമായിട്ട് കഴിഞ്ഞ ദിവസം റെസ്ക്യൂ ചെയ്ത ആൾക്കാരുടെ അടുത്തേക്ക് പോകുമായിരുന്നു. പോകുന്ന വഴിക്ക് കാട്ടിലകപ്പെട്ട് കാട്ടിൽ നിന്ന് ഭക്ഷണത്തിനായിട്ട് വരുന്ന ഒരു ലേഡിയും അവരൊരു കുട്ടിയെ കണ്ടു. അപ്പം സാറ് ചോദിച്ചു, നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നത്? അപ്പം ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ അവരിങ്ങനെ നമ്മളോട് സംസാരിച്ചു. അപ്പോഴാണ് അവരിൽ നിന്നാണ് അറിഞ്ഞത് ഇങ്ങനെയുള്ള ആൾക്കാർ കാട്ടിലകപ്പെട്ട് നിൽക്കുന്നുണ്ടെന്ന്. അപ്പോൾ തന്നെ സാറ് പറഞ്ഞു, നമുക്കെന്നാൽ അങ്ങോട്ടേക്ക് പോവാം, ബാക്കി അവിടെ ചെന്നിട്ട് നമുക്ക് പറ്റുമ്പോൾ നമുക്ക് അവരെ എന്ത് റിസ്ക് എടുത്തിട്ടായാലും നമുക്കത് കംപ്ലീറ്റ് ചെയ്യണം, അവിടെ ചെന്ന് അവരെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. എത്ര ആളുകൾ ഉണ്ടായിരുന്നു അവിടെ? അവിടെ 3 കുട്ടികളും പിന്നെ അവരുടെ അച്ഛനും. സാറിനോട് ചോദിക്കാം, അതിനു മുമ്പ് ആ കുട്ടികൾ എങ്ങനെയായിരുന്നു ആ എടുത്തത്? അവരുടെ ഒരു പ്രതികരണമൊക്കെ എങ്ങനെയായിരുന്നു ആ നിമിഷം? നമ്മൾ ചെന്ന് കാണുമ്പോൾ അടുപ്പിൻ്റെ അടുത്ത് സൈഡിൽ വന്ന് ഇങ്ങനെ തീ കാഞ്ഞ് നിൽക്കുന്നതാണ് കാണുന്നത്. ഡ്രസ്സൊന്നുമില്ല. അത്രയും ദയനീയമായ ഒരു അവസ്ഥയായിരുന്നു അവിടെ. അത് കണ്ടപ്പോൾ നമുക്ക് അവിടെ എത്തിപ്പെട്ടതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. പിന്നെ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കുക എന്നുള്ളൊരു ആ ഒരു ദൗത്യത്തിലേക്ക് ആയിപ്പോയി. പിന്നെന്താ, നമുക്ക് ആ ഒരു സപ്പോർട്ട് ബാക്കി കൂടെയുള്ള എല്ലാവരും എങ്ങനെയെങ്കിലും അവിടെ എത്തിച്ചേ പറ്റുക എന്നുള്ള രീതിയിലേക്ക് അങ്ങായി. കേരളം നെഞ്ചേറ്റിയ ഒരു ചിത്രം തന്നെയായി അത് മാറി. ശരിക്കും നമ്മുടെ ഇവിടുത്തെ ദുഃഖത്തിൽ ഒരു വിഷമത്തിൽ നിൽക്കുകയാണ്. കാരണം നമ്മൾ അറിയുന്നവരും അറിയാത്തവരുമായിട്ട് ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. ഞാൻ ഇവിടെ ജോലി ചെയ്ത ആളാണ്. ഇവിടുത്തെ സ്റ്റേഷൻ തുടങ്ങിയപ്പോൾ ആദ്യത്തെ ഡെപ്യൂട്ടി റേഞ്ചറായിരുന്നു. എനിക്കിവിടെ അറിയാം. പുത്തുമല ദുരന്തത്തിലും ഞാൻ ഇവിടെ എല്ലാ ഇതിലും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ എല്ലാ ദിവസവും തുടർന്നിട്ട് ഇപ്പോൾ ഇതുവരെ ഇവിടെ ഉണ്ട്. പക്ഷേ ഇതിൽ ഏതായാലും ഇതിൻ്റെ ഞങ്ങൾ ആ ട്രൈബൽ കോളനി ഭാഗത്തായിരുന്നു കുറച്ചും കൂടി ശ്രദ്ധിച്ചത്. പക്ഷേ ഇതിൽ ഞങ്ങൾ പോയത് നിങ്ങളെല്ലാവരും കണ്ടതാണ്. എന്താ പറയുക, നമ്മുടെ ഒരു ജീവിതത്തിൽ ഇതുപോലൊരു വിഷമം ഉണ്ടാക്കിയ, അതായത് അവിടെ എത്തിപ്പെട്ടപ്പോൾ അവിടെ എത്തിയവരെ കണ്ടപ്പോൾ ഉണ്ടാകുന്നൊരു വിഷമം. പിന്നെ ഇപ്പം ഞങ്ങളിവിടെ ആ കോളനി അവരെ താമസിപ്പിച്ച ആൻറ്റി പോച്ചിങ് ക്യാമ്പ് ഷെഡ് സന്ദർശിച്ചിട്ട് വരികയാണ്. അവർക്ക് കുറച്ച് സാധനങ്ങൾ കുറവുണ്ടായിരുന്നു, അതെല്ലാം കൊടുത്തു. ഏതായാലും അതിന് നമ്മുടെ മാതൃഭൂമി കുറേ സഹായിച്ചിട്ടുണ്ട്. ഏതായാലും അത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം അവരുടെ ഇപ്പോഴത്തെ ആ ഒരു ഇത് കാണുമ്പോൾ അവരിനി അങ്ങോട്ട് തിരിച്ചു പോകാൻ സാധ്യത കുറവായിരിക്കും. കാരണം അതിലുള്ള കൃഷ്ണൻ എന്ന് പറഞ്ഞ അച്ഛൻ മഴ പെയ്തപ്പം എനിക്ക് വന്ന് കുട ചൂടി തന്നു. അതുവരെ പൊതുവെ ആരുടെടുത്തും അങ്ങനെ സംസാരിക്കാത്ത ആളാണ്. അപ്പോൾ അത് തന്നെ മതി. പിന്നെ കുട്ടികൾ ചിരിച്ചു. കുട്ടികൾ ആദ്യമായിട്ട് ടോയ്സ് കണ്ടു, നല്ല ഒരു ഷൂ കണ്ടു. അപ്പോൾ അതെല്ലാം വളരെയധികം സന്തോഷം ഉണ്ടാക്കിയ സംഗതിയാണ്. എന്തായാലും ഇവിടുത്തെ ആ ഒരു ദുഃഖം ദുഃഖം തന്നെയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ കുട്ടികളുടെ ഒരു ചിരി എന്ന് പറയുന്നത്, ആ ഒരു നിസ്സഹായാവസ്ഥയാണ്. നാടാകെ നടുങ്ങി നിൽക്കുകയാണ്. ആ ഒരു സമയത്ത് അതെങ്ങനെയായിരുന്നു ആ ഒരു നിമിഷം? അവരെ നമ്മൾ കോളനിയിൽ അവരെ താമസിക്കുന്ന സ്ഥലത്ത് പോയി നോക്കുമ്പോൾ 2 കുട്ടികളിങ്ങനെ അടുപ്പിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയും അച്ഛനിങ്ങനെ എന്ത് ചെയ്യണം എന്നുള്ള നിസ്സഹായയിൽ ഇങ്ങനെ ഇരിക്കും. ഈ കുട്ടികളെയും കൊണ്ട് എന്ത് ചെയ്യണം എന്നുള്ള നിസ്സഹായയിൽ ഇരിക്കുന്ന സമയത്ത് ഒരു കുട്ടി ഉറങ്ങുകയായിരുന്നു. അന്നേരം ഞാൻ ഇവിടുത്തെ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറായിരുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുന്ന സമയത്ത്, കൃഷ്ണ നമുക്ക് പോകുകയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആദ്യം ഒന്ന് വിസമ്മതിക്കുകയാണ്. പിന്നെ ഈ അവസ്ഥയൊക്കെ കണ്ടപ്പോൾ പുള്ളിയോട് പോകുക നമുക്ക് ഇവിടെ നിന്ന്. ആ അവസ്ഥയിൽ ഞങ്ങൾ സാറോട് ഞാൻ പറഞ്ഞു, സാറേ നമുക്കിനി അങ്ങനെ ഞങ്ങൾ കുട്ടികളെല്ലാം വാരിയെടുക്കുന്നു, കൃഷ്ണ പുറപ്പെടുകയല്ലേ എന്ന് വെച്ചാൽ പുള്ളി വേഗം ഒരു നിക്കർ ഇട്ടിട്ടാണ് നിൽക്കണത്. അന്നേരം ഒരു മുണ്ട കൊടുത്തിട്ട് അതിൽ ഞങ്ങൾക്ക് ഇപ്പോൾ കുട്ടികൾ ഭയങ്കര കൂട്ടിക്കൊണ്ടാകും. പിന്നെ അവിടെ നിങ്ങോട്ട് കയറി വരുന്ന കാര്യം ഭയങ്കര ദുഷ്കരമായിരുന്നു. ഭയങ്കര എന്താ വെച്ചാൽ സാറുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും കഴിയൊഴിയോ ഞങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അപകടം. പക്ഷേ ഉരുള് പൊട്ടി ഇതായി ഇതുകൊണ്ട് അങ്ങോട്ട് പോകാൻ ഭയങ്കര ഇതായിരുന്നു. പക്ഷേ സാറിൻ്റെ ഒരു ധൈര്യത്തിലാണ് ഞാൻ പോയത്. അതുകൊണ്ട് ഇനി എന്ത് പ്രശ്നം വന്നാലും സാർ ഏറ്റെടുത്തോളൂ എന്നുള്ളൊരു, എനിക്ക് മുതിർന്നൊരു ഉദ്യോഗസ്ഥനുണ്ടല്ലോ കൂട്ടത്തിൽ എന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ പോയത്. അത് ഏതായാലും വിജയിച്ചു. കുട്ടികളുടെ ആ ചിരിയും കളിയൊക്കെ വല്ലാത്തൊരു ദുഷ്കരമായ ദൗത്യം തന്നെയായിരുന്നു. എന്നാലും ആ കുട്ടികളെ നെഞ്ചോട് ചേർത്തപ്പോൾ ആ ഒരു സ്നേഹത്തിൻ്റെ ആ ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടെ. അല്ലത് എന്താ പറയുക വെച്ചാൽ, ഫസ്റ്റ് കണ്ടപ്പോൾ ഉള്ള ഒരു അവസ്ഥ വളരെ ദയനീയമായിരുന്നു. നമ്മുടെ മക്കളെ ഇപ്പോഴും ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഉണ്ട് എന്നുള്ളത് നമുക്കത് എന്താ പറയുക, കാണുമ്പോൾ നമുക്ക് കരച്ചിൽ വരും. ഡ്രസ്സും കാര്യങ്ങളും ഇല്ലാത്ത മക്കൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഈ ഒരു വിഷയം അങ്ങനെ അറിയപ്പെടാതെ നിൽക്കുന്ന ഒരു സംഭവം നമുക്ക് കാണുമ്പോൾ ഭയങ്കര സംഭവം. പിന്നെ അവർ വരുന്ന വഴികൾ ചെറുതായിട്ട് പാറകളൊക്കെ ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അവർക്ക് പോകാനും വരാനും പറ്റാത്തൊരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നുള്ളത്. പിന്നെ ഡ്രസ്സില്ല, പിന്നെ തണുത്ത് വരച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തീ കത്തിക്കാൻ പറ്റാത്തൊരു വിഷയം വളരെ ബുദ്ധിമുട്ടാണ്. തീ ഉണ്ടെങ്കിൽ കുറച്ചാണെങ്കിലും ഒരു എനർജി ഉണ്ടാകുമായിരുന്നു. ചൂടൊക്കെ ശരീരത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ ഇത് തണുപ്പ് തട്ടിയിട്ട് 2 ദിവസം 3 ദിവസമായിട്ട് തണുപ്പ് തട്ടി ഇങ്ങനെ കാലും കൈയും ഇങ്ങനെ കൂട്ടിയിടിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു നമ്മൾ കാണുമുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ഞങ്ങൾ ആ കുടുംബത്തിൻ്റെ വീട്ടിൽ നമ്മൾ അന്ന് തന്നെ സാധനങ്ങൾ എല്ലാ സൗകര്യങ്ങളും ചെയ്തു. വസ്ത്രങ്ങളും ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. ഉടുപ്പ് കാര്യങ്ങൾ, വേണ്ട ഫുഡ് കാര്യങ്ങളൊക്കെ എത്തിച്ചിരുന്നു. അപ്പോൾ ഒരാശ്വാസമായിരുന്നു. പിന്നെ ബ്രെഡ് കാര്യങ്ങളും അതൊക്കെ കൊടുത്തു, ഭക്ഷണം എത്തിച്ചു, പുതയ്ക്കാനുള്ള ഡ്രസ്സ് കാര്യങ്ങൾ, കളിപ്പാട്ടങ്ങളെല്ലാം എത്തിച്ചു. പക്ഷേ ഇന്ന് ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇന്നും അവിടെ പോയ സ്ഥിതി. ഇന്ന് നല്ല ഹാപ്പിയാണ്. പിള്ളേർ ആരോഗ്യമാണ്, ചിരിക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്. നമ്മൾ കളിപ്പാട്ടം കൊടുത്ത ചെറിയ കാറുകളും വണ്ടികളൊക്കെ വാങ്ങിക്കൊടുത്തിരുന്നു. അതൊക്കെ ഉരുട്ടിയിട്ട് അതൊക്കെ എങ്ങനെ കളിക്കേണ്ടത് പോലും പിള്ളേർക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ തന്നെ ഒന്ന് സുമാർ എങ്ങനെയൊക്കെ അത് ഉരുട്ടേണ്ടതെന്നൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു. അപ്പോൾ അവർക്കിപ്പോൾ നമ്മളോടൊക്കെ നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു മുഖത്തൊരു പുഞ്ചിരിയൊക്കെ ആയിരുന്നു. അന്ന് അങ്ങനെ ഒരു പ്രത്യേക ഒരു ഇരുത്തവും അവരിയ്ക്കുന്നത് തന്നെ അങ്ങനെ ഒരു ഇരുത്തായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് കാണുമ്പോൾ നമുക്ക് വളരെ അവരെ നമ്മളെ കൊണ്ട് കുറച്ചധികം ചെയ്യാൻ പറ്റില്ലോ എന്നുള്ളത് ഈ ഒരു സന്തോഷം, വളരെ ഒരു സന്തോഷമുണ്ട്. ഈ അനൂപൻ്റെ ആ ചിത്രമാണ് നമ്മളെ എല്ലാവരും കണ്ടത്. അപ്പോൾ നമുക്ക് അതുവരെ ഒരു പരിചയമില്ലാത്ത ആളുകളാണ്. ആ കുട്ടീനോട് പിന്നെ നമുക്ക് വല്ലാത്തൊരു ആത്മബന്ധം നമുക്ക് ഫീൽ ചെയ്തു. പിന്നെയും പോയി കണ്ടായിരുന്നോ? പിന്നെ നമ്മൾ ഒരുപാട് ഇന്ന് അന്ന് നമ്മൾ കൊണ്ടാക്കിയതിന് ശേഷം ആ ദിവസം തന്നെ ഒരു 3 തവണ നമ്മൾ അവിടെ പോയി. പിന്നെ ഇന്നലെ രാത്രി നമ്മളവിടെ പോയി അവർക്ക് വേണ്ട സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുത്തു. ഇന്നിപ്പോൾ രാവിലെ പോയി, ഉച്ചയ്ക്ക് ശേഷം വീണ്ടും പോയി. അപ്പോൾ അവരുടെ കാര്യത്തിൽ നമ്മൾ അത്രയും രീതിയിലാണ് ചെയ്യുന്നത്. ഇപ്പം ആശിഷ് സാറാണെങ്കിൽ എപ്പോഴും പറയുന്നത് നമുക്കൊന്ന് അവിടെ നിന്ന് പോയി നോക്കിയിട്ട് ബാക്കി ഫീൽഡിലേക്ക് പോകാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ കൊണ്ടുപോകല്. എപ്പോഴും അവരുടെ ഒരു കാര്യത്തിൽ വേറെ ആരും അങ്ങോട്ട് എത്തിപ്പെടില്ല, വേറെ ആരുമായിട്ടൊന്നും മിങ്കിൾ ചെയ്യുന്നില്ല അവർ. അപ്പം അതുകൊണ്ട് കുറച്ച് അവരുടെ കാര്യത്തിൽ കുറച്ച് നിൽക്കുന്നേ ഉള്ളൂ. വേദനയ്ക്കിടയിലും ആശ്വാസമുള്ള കാഴ്ച സമ്മാനിച്ചവരാണ്. പ്രജോഷ് കുമാറിനൊപ്പം അരുണ മൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, വയനാട്.